എല്ലാവർക്കും നമസ്കാരം. മുസ്ലിം ലീഗിന്റെ കോട്ട കൊത്തളങ്ങളെയാകെ കിടുകിട വിറപ്പിച്ച തിരഞ്ഞെടുപ്പ് വിജയമായിരുന്നു അത്. മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി ചെങ്കൊടി പാറി. മണ്ഡലമുണ്ടായ 1957 മുതൽ 11 തവണയും മുസ്ലിം ലീഗിനെ മാത്രം നിക്കാഹ് കഴിച്ച മണ്ഡലമായിരുന്നു മഞ്ചേരി. പല തവണ ഇടതുപക്ഷ MLA-യും മന്ത്രിയും ഒക്കെ ആയിരുന്ന പഴയ കോൺഗ്രസ്സുകാരൻ TK ഹംസയായിരുന്നു 2004 ഇടതു തരംഗത്തിൽ സ്ഥാനാർത്ഥിയായത്. ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും വോട്ടർമാർ കണ്ണടച്ച് കുത്തിയാലും കോണിച്ചിഹ്നം വിജയിക്കും എന്ന് എതിരാളികൾ പോലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന മണ്ഡലം. 1999 തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥി E. അഹമ്മദിന്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിനും മേലെയായിരുന്നു. അവിടെയാണ് CPM-ന്റെ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ TK ഹംസ വെല്ലുവിളി ഉയർത്തിയത്. അതിന് പുല്ലുവിലയാണ് ലീഗിന്റെ പച്ചപ്പട്ടാളം നൽകിയത്. E. അഹമ്മദ് ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനിയിലേക്ക് കൂടുമാറിയതിനാൽ KPA മജീദാണ് ലീഗിന്റെ മാനം കാക്കാൻ മഞ്ചേരിയിൽ ഇറങ്ങിയത്. പ്രചാരണം മുറുകുമ്പോൾ ജയിക്കും എന്ന വിശ്വാസം ഹംസയ്ക്കുണ്ടായിരുന്നെങ്കിലും മറ്റുള്ളവരെല്ലാം അല്പവിശ്വാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫലം വന്നപ്പോൾ ലീഗുകാരെക്കാൾ ഞെട്ടിയത് ഇടതുമുന്നണിയായിരുന്നു. എങ്ങനെ വിശ്വസിക്കാനാണ്? 500,000-അടുത്തായിരുന്നു മഞ്ചേരിയിൽ TK ഹംസയുടെ ഭൂരിപക്ഷം. 1999 E. അഹമ്മദ് 1,23,411 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലത്തിലാണ് 48,178 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഹംസാക്ക ചരിത്രം തിരുത്തിയത്. വിജയാഹ്ലാദത്തിൽ ഇടതുമുന്നണി വിളിച്ച ഒരു മുദ്രാവാക്യവും അർത്ഥസമ്പുഷ്ടമായിരുന്നു: കാക്കയുടെ കൂട്ടിൽ കുയിലിന്റെ മുട്ട. ഈ തെരഞ്ഞെടുപ്പോടെ മഞ്ചേരി ഇല്ലാതായി. മണ്ഡലത്തിന്റെ പേര് മലപ്പുറം എന്നായി മാറി. 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ TK ഹംസയും E. അഹമ്മദും തമ്മിലായി മത്സരം. മണ്ഡലത്തിന്റെ അതിർത്തികൾ മാറിയപ്പോൾ ഫലവും മാറി. TK ഹംസയെ 1,15,597 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അഹമ്മദ് പരാജയപ്പെടുത്തി. 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിന്റെ പേര് മലപ്പുറം എന്നു തന്നെയായിരുന്നു. 2004 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിൽ മന്ത്രിയായി മാറിയ E. അഹമ്മദാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ ഏക കേന്ദ്രമന്ത്രി. മൻമോഹൻ സിംഗ് സർക്കാരിൽ അദ്ദേഹം വിദേശകാര്യ മന്ത്രിയായി ചുമതലയേറ്റു. ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നാണ് ലോക്സഭയിൽ അന്നെത്തിയത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 19 പേരും പരാജയപ്പെട്ട ആ തിരഞ്ഞെടുപ്പിൽ E. അഹമ്മദ് മാത്രമാണ് ജയിച്ചു കയറിയത്. മറ്റൊരു കഥയുമായി നാളെ.